ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു വലിയ സംഘടനയാണ്. അതെ, ആംനസ്റ്റി ഇൻ്റർനാഷണൽ, മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇൻ്റർനാഷണലാണ് ഇസ്രായേലിനെ അതിരൂക്ഷമായി വിമർശിച്ചും കുറ്റപ്പെടുത്തിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഗസയിലടക്കം നടത്തുന്നത് വംശഹത്യയാണ് എന്നാണ് അവരുടെ എന്താ പറയണ്ടേ കണ്ടെത്തൽ. അവരതൊരു റിപ്പോർട്ടാക്കി സമർപ്പിക്കാൻ നിൽക്കുകയാണ്. അവരുടെ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഹമാസിനെ ഇല്ലായ്മ ചെയ്യണം, ഹമാസിനെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഗസയിലും മറ്റും നടത്തിയ ആക്രമണം നിരപരാധികൾക്ക് നേരെയായിരുന്നു. അതിനിരയായത് നിരപരാധികളാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം ഏതാണ്ട് 1,50,000 പേർ മരിച്ചു എന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറയുന്നത്. അത് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറൽ ആഗ്നസ് കലമാർഡാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്നാണ് അവരുടെ ഭാഷ്യം. എന്തായാലും അത് ഉടനെ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് ഇസ്രായേൽ വലിയ നടപടികൾ നേരിടേണ്ടി വരും. യുദ്ധക്കുറ്റവാളികളാണ്, അതായത് നിരപരാധികളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സമയത്തിന് ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നില്ല. ഈ നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുന്നു. എന്താ പറയണ്ട, അങ്ങനെ വലിയ തോതിൽ ഒരു ഇരവാദം മുഴക്കിക്കൊണ്ടാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ, ഈ ആംനസ്റ്റിയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും? ആംനസ്റ്റി ഇന്റർനാഷണലിനെ പറ്റിയിട്ട് നേരത്തെ തന്നെ ഒരുപാട് രീതിയിലുള്ള മോശം തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതായത് ഇത് US-ലാണ് ഈ സംഘടന സ്ഥാപിതമായിരിക്കുന്നത്. 1977 നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സംഘടനയെ തേടി നോബൽ സമ്മാനമൊക്കെ എത്തിയിട്ടുണ്ട്. 1961 ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ലോകത്ത് എവിടെയും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പോരാടുക, അതിനെതിരെ ശബ്ദമുയർത്തുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലോക്കപ്പ് മരണങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ തടവിലാക്കപ്പെടുന്നവർ തുടങ്ങിയ ആളുകൾക്കെതിരെ അവർക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇരവാദം മുഴക്കുന്ന, അതായത് ചില പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു സംഘടനയാണോ ആംനസ്റ്റി എന്ന രീതിയിലുള്ള സംസാരവും സമീപ കാലങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്യുന്ന, നിരോധിക്കുന്ന അടക്കം കാര്യങ്ങൾ 2014 ശേഷം നമ്മൾ കണ്ടതാണ്. അതെ അതെ, അതായത് ഈ ആംനസ്റ്റി ഇൻ്റർനാഷണൽ നമ്മുടെ രാജ്യത്തടക്കം അനാവശ്യമായിട്ട് ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗം മാത്രം കേട്ട് മറുഭാഗത്ത് നിൽക്കുന്നവരെ രൂക്ഷമായി കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് വലിയ തോതിൽ ലോകമെങ്ങും പ്രചാരം നടത്തുന്നുണ്ട്. ഇതാണ് നരേന്ദ്രമോദിയെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയും ബുദ്ധിമുട്ടിലാക്കിയത്. അവരെ ചൊടിപ്പിച്ചു. അവരതുകൊണ്ടാണ് ആംനസ്റ്റിക്ക് ഇന്ത്യക്കകത്ത് അവരുടെ ആംനസ്റ്റി ഇന്ത്യൻ ചാപ്റ്ററിന് പ്രവർത്തന അനുമതി നിഷേധിച്ചത്. ഇപ്പോൾ BBC ഉദാഹരണത്തിന് മോദിക്കെതിരെ വളരെ വ്യാജ വാർത്തകൾ വരെ അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അതുപോലെ ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലിനും എതിരെ ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. ലോകം മുഴുവനും അവർ ഈ ഒരു ആക്ഷേപം നേരിടുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്കയിൽ സ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അമേരിക്കയുടെ മണ്ണിലാണ് അത് പ്രവർത്തിക്കുന്നത്. അവരിപ്പോൾ ഈ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ അവർ പറയുന്നു, ഇസ്രായേൽ മാത്രമല്ല ഈ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്നത്, അമേരിക്കയും ഇതിൽ പങ്കാളികളാണെന്നാണ് പറയുന്നത്. കാരണം എന്താ, ഇസ്രായേലിനായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും കുഴപ്പക്കാരാണെന്നാണ് പറയണത്. ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നു, ഇസ്രായേലിന് ബോംബുകൾ കൊടുക്കുന്നു, മിസൈൽ കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് അമേരിക്കയും ഈ വംശഹത്യയ്ക്ക് ഉത്തരവാദിയാണെന്നാണ് പറയണത് ഈ ആംനസ്റ്റിക്കാർ. എന്തായാലും ഗസയിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് ശേഖരിച്ച വിവരങ്ങളാണ് ഇതൊക്കെ. നേരത്തെ നമ്മുടെ മാർപ്പാപ്പ അടക്കം ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്, പരിശോധിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത്. അതെ, ഇസ്രായേലിൻ്റെ നടപടികൾ പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വാസ്തവത്തിൽ ഇതൊരു യുദ്ധം പോലെ തന്നെയാണ്. യുദ്ധത്തിൻ്റെ നീതി ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് സിവിലിയൻസ് തമ്മിലാണല്ലോ ഇതിൽ യുദ്ധം ചെയ്യുന്നത്. അല്ല, സിവിലിയൻസ് വലിയ രീതിയിൽ മരണപ്പെടുന്നുണ്ട്. അല്ല, സിവിലിയൻസ് മരണപ്പെടും, തീർച്ചയായിട്ടും. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു പ്രധാന കാര്യം. കാരണം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഹമാസ് മാത്രമല്ല തകരുന്നത്, ഹമാസിനെ നിരപ്പാക്കി. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെ 50,000-ഓളം മനുഷ്യർ, പാലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നു. ഇത് തീർച്ചയായിട്ടും ശബ്ദമുയർത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഗസയിൽ ഞങ്ങൾ നേരിട്ട് പോയി വിവരങ്ങൾ ശേഖരിച്ചു എന്നൊക്കെ ആംനസ്റ്റി പറയുമ്പോൾ അതിനൊരു വിലയുണ്ട്. ഇതിൽ ആംനസ്റ്റി വംശഹത്യയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, 50,000-ലേറെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെ ഈ ഗസയിൽ ഭക്ഷണം, വെള്ളം, ആഹാരം തുടങ്ങി ഒന്നും കിട്ടുന്നില്ല.
അത് കൊണ്ടുപോകാൻ ഇസ്രയേൽ സമ്മതിക്കുന്നില്ല. പിന്നെ ഈ സ്ത്രീകൾ അവിടെ മാനഭംഗം ചെയ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. ഇതിൽ എത്ര സത്യമുണ്ട്, ഇതിൽ എത്ര കള്ളമുണ്ടെന്ന് നമുക്കറിയില്ല. ഇതെന്തായാലും ലോകത്തിലെ മാധ്യമങ്ങളൊന്നും ഈ തരത്തിൽ ഇങ്ങനെ ഒരു വളരെ ഭീകരമായ തോതിൽ ഇങ്ങനെയൊക്കെ അരങ്ങേറുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ 50,000 പേര് മരിച്ചു, 1,00,000-ഓളം പേര് മരിച്ചു എന്നും ഈ ആക്രമണം വളരെ കടുപ്പമേറിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നിട്ടുണ്ട്. അത്തരം വാർത്തകൾ സത്യവുമാണ്. അത് അവിടുത്തെ പൈപ്പ് ലൈനൊക്കെ നശിച്ചു പോയി. ഇത് ഈ വെള്ളം എത്തിക്കണമല്ലോ. ഇപ്പോൾ ടാങ്കർ ലോറികളിലും മറ്റും വെള്ളം എത്തിക്കുന്നത് പോലെ പ്രത്യേക വാഹനങ്ങളിൽ അവിടെ വെള്ളം എത്തിക്കാനും സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഇത് കൂടാതെ അവർ പറയുന്നത് ഈ രാജ്യാന്തര കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഗാലന്റിനും, ഇവരുടെ മുൻ പ്രതിരോധ മന്ത്രിയുണ്ടല്ലോ, ഗാലന്റിനുമെതിരെ ഇസ്രായേൽ ഇത് ശരിക്കും ചെയ്യുന്നത് അവരുടെ ബന്ദികൾ, ഇപ്പോഴും ഒരുപാട് ബന്ദികളെ അവർക്ക് മോചിപ്പിക്കാനുണ്ട്. അത് മോചിപ്പിക്കുന്നത് വരെ ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ട്രംപിൻ്റെ സഹായം കൂടിയുണ്ട്. തീർച്ചയായിട്ടും. അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ യുദ്ധക്കുറ്റവാളികളാണ്, ഇവരെ വിചാരണ ചെയ്യണമെന്നും പറഞ്ഞ് രാജ്യാന്തര ക്രിമിനൽ കോടതി രംഗത്ത് വന്നിട്ടുണ്ട്. അവിടേക്ക് അതൊരു റിപ്പോർട്ട് പോയിട്ടുണ്ട്. എന്താ പറയുക, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റങ്ങളും ചുമത്തി ICC പ്രോസിക്യൂട്ടർ കരീം ഖാനാണ് ആ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ. ഇതാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നു, ഹമാസിനെ തീർക്കാനെന്നുള്ള പേരിൽ ഗസ മുഴുവനും നശിപ്പിച്ചു, അവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇല്ലാതാക്കി, ആശുപത്രികളെ ആക്രമിക്കുന്നു, അവിടുത്തെ എന്താ പറയേണ്ടത് ഈ അല്ലാതെ രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന ഷെൽട്ടറുകളുണ്ട്, അതെല്ലാം തച്ച് തകർക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. ശരിയാണ്, ഈ എന്താ പറയേണ്ടത് ഹമാസ് ഭീകരരെ കണ്ടെത്താനായിട്ട് ഇവർ മിസൈൽ ഉപയോഗിക്കുന്നു, ഡ്രോൺ ആക്രമണം നടത്തുന്നു. ഇതെല്ലാം ഇസ്രയേൽ ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു. വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലല്ലേ അത് ലംഘിക്കേണ്ട കാര്യമുള്ളൂ. വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ ഏർപ്പെടുന്നില്ല, അവർ തയ്യാറല്ല, അതിന് രൂക്ഷമായിട്ട് ആക്രമിക്കുകയാണ്. ഇത് മനുഷ്യരാശിക്ക് ചേർന്നതല്ല. ഇവർ പറയുന്ന ആംനസ്റ്റി പറയുന്ന അതാണ്, ഇത് മനുഷ്യരാശിക്ക് ചേർന്നതല്ല, ഇത് എത്രയും പെട്ടെന്ന് ഇസ്രയേൽ ഈ യുദ്ധം നിർത്തണം. ശരിക്കും മനുഷ്യരാശിക്ക് ചേർന്നതാണോ? നമുക്ക് യുദ്ധം ഒരിക്കലും മനുഷ്യന് യോജിച്ചതല്ല. ഒരു മനുഷ്യനെയും അത് രക്ഷിച്ച ചരിത്രമില്ല. എല്ലാ യുദ്ധങ്ങളും അത് എന്താ പറയുക, ദുഃഖത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. ഒരിക്കലും യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറയുന്നവർ പോലും വാസ്തവത്തിൽ ജയിക്കുകയല്ല, പരാജയപ്പെടുകയാണ്. അത് മറ്റൊരു വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ ഗൗതം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഈ ഇസ്രയേൽ ഈ പരിപാടി നിർത്തണമെങ്കിൽ അവിടെയുള്ള ഈ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രയേലി പൗരന്മാരെ മോചിപ്പിക്കണം. അവരെ വിട്ടുകിട്ടാതെ നെതന്യാഹു അടങ്ങില്ല. നെതന്യാഹു മാറി വേറൊരാൾ ആ പ്രധാനമന്ത്രി ആയാലും അവരിത് തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അപ്പോൾ ഈ ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലെയുള്ള സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അവിടെ ഇടപെട്ട് തീർച്ചയായിട്ടും ഈ എന്താ പറയേണ്ടത് ബന്ദികളെ മോചിപ്പിക്കാനുള്ള നടപടിയാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. അത് ഐക്യരാഷ്ട്രസഭയോ അമേരിക്കയോ ഒക്കെ അതിനകത്ത് ഇടപെടണം. പക്ഷേ ഈ വലിയ കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ദികളെ പറ്റിയിട്ട് ആംനസ്റ്റി, മനുഷ്യാവകാശ സംഘടന, അവർക്കൊന്നും അതിലൊരു ചിന്ത, അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവർ അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവർ പറയുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. അത്ര ഭീകരമായ രീതിയിലാണ് അവരവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ എന്താ പറയേണ്ട ആംനസ്റ്റിക്കാർക്ക് ഇവരെക്കുറിച്ച് ചിന്തയില്ല എന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ. ഇവരെ അവിടുന്ന് മോചിപ്പിക്കാനായിട്ട് ഇപ്പോൾ ട്രംപ് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. എന്താ, ഞാൻ ജനുവരി 20-ാം തീയതി ഞാൻ വരുന്നുണ്ട്, ഞാൻ വൈറ്റ് ഹൗസിലേക്ക് വരും, അതിനു മുമ്പ് എല്ലാത്തിനെയും വിട്ടോ, ഇല്ലെങ്കിൽ നിൻ്റെയൊക്കെ പോഹ കണ്ടേ ഞാൻ അടങ്ങുള്ളൂ, എല്ലാത്തിനെയും തീർക്കും, ഞാൻ ഗാസയെ മാത്രമല്ല പാലസ്തീനെ വേണ്ടി വന്ന് ആക്രമിക്കുന്നൊക്കെ ഉള്ള രീതിയിലാണ് ട്രംപ് പറയുന്നത്. നോക്കൂ, ഇത് വളരെ ഭയാനകമായ ഒരു എന്താ പറയുക അവസ്ഥയിലേക്കാണ് ഈ കാര്യം പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് മധ്യേഷ്യയ്ക്ക് നല്ലതല്ല, ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് നല്ലതല്ല, ഇറാൻ ഒട്ടും നല്ലതല്ല. എത്രയും പെട്ടെന്ന് ഇവരെല്ലാവരും ഇടപെട്ട് ഈ ബന്ദികളാക്കപ്പെട്ട ജൂതന്മാരെ അവിടുന്ന് രക്ഷിച്ച് മോചിപ്പിച്ച് ഇസ്രായേലിന് മടക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇന്ത്യയുടെ നിലപാട് ഇപ്പോഴും ഈ യുദ്ധം അവസാനിക്കണം തന്നെയാണ്. തീർച്ചയായിട്ടും മാർഗം സ്വീകരിക്കണം. ഇന്ത്യ ഈ കാര്യത്തിൽ സമാധാനത്തിന് മുൻകൈയെടുക്കാൻ തയ്യാറാണ്. ഇന്ത്യ പറഞ്ഞാൽ ഇസ്രായേൽ അനുസരിക്കും എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് ഈ പറഞ്ഞതുപോലെ ബന്ദികളെ മോചിപ്പിക്കും. ഹമാസുമായിട്ട് നമ്മൾ ചർച്ചയ്ക്കില്ല, പക്ഷെ പാലസ്തീൻ ജനതയെ ഉപദ്രവിക്കരുത്, അവരെ കൊല്ലരുത്, അവരെ വംശഹത്യയ്ക്ക് വിധേയമാക്കരുത്, അവരെ ആക്രമിക്കരുത്. ഇതാണ് ഇന്ത്യയുടെ നയം.
ഇന്ത്യ ഈ കാര്യത്തിൽ അന്നും ഇന്നും ഒരേ നിലപാടാണ്. ഒരു നിലപാടിൽ ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല. മതമൗലികവാദികളായ ലോകത്തിന് തന്നെ വലിയൊരു വിഷമായ ഹമാസോളികൾ ഇല്ലാതാവുക തന്നെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും.